നമസ്കാരം, വന്ദനം, നമോ, വാഗം. തമിഴ്നാട്ടിൽ യോഗി ആദിത്യനാഥ് മോഡൽ പുറത്തിറക്കിയിരിക്കുകയാണ് നമ്മുടെ സ്റ്റാലിൻ സർക്കാർ എന്ന് പറയുന്നത്. ഈ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ മോഡൽ, എൻകൗണ്ടർ മോഡലിനെല്ലാം നിശിതമായി വിമർശിച്ചില്ല നമ്മുടെ ഇന്ത്യ സഖ്യത്തിന്റെ ഉള്ളിലെ ഒരു ഡിമാല ഗുണ്ടനാണ് നമ്മുടെ സ്റ്റാലിൻ അണ്ണൈ എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. ആ അണ്ണനാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ യോഗി ആദിത്യനാഥിന്റെ അതേ മോഡൽ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. നേരത്തെ തമിഴ്നാട്ടിൽ തുപ്പാക്കി അറശിയൽ എന്ന് പറഞ്ഞ അമ്മ ജയലളിത പോരാടിയ മോഡലായിരുന്നു ഇത് എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ സംശയമില്ല. പിന്നെ അന്ന് തമിഴ്നാട് ഭരിച്ചിരുന്ന കരുണാനിധി എന്ന് പറയുന്നത് സ്വജനപക്ഷപാതം, അഴിമതി ഇതെല്ലാം മൂടിയിരിക്കുന്ന ഒരു സർക്കാരായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് ഭേദമായിട്ട് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് തോന്നിയത് അമ്മയാണ്, നമ്മുടെ ജയലളിത അമ്മ. പക്ഷേ ജയലളിത അമ്മയും അഴിമതി ഉണ്ടായിരുന്നു. പക്ഷേ അന്തർധാരയിൽ കൂടെയായിരുന്നു ജയലളിതയെ ശശികലയൊക്കെ അഴിമതി നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തം ഉണ്ടായതിന് പിന്നാലെ തമിഴ്നാട് സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്നു. വിഷമദ്യ ദുരന്തത്തിൽ വലിയ രീതിയിൽ ആൾക്കാർ മരിച്ചു വീഴുന്നു. വിഷമദ്യം എവിടെ നിന്ന് എത്തിയെന്നറിയില്ല. അവിടെയുള്ള, അതായത് അത് നടന്ന ഗ്രാമത്തിൽ ഈ മെത്തനോൾ എവിടെ നിന്ന് വരുന്നു, മെത്തനോൾ ആരാണ് കൊണ്ടുവരുന്നത്, അവിടെ ബാൻ ചെയ്തിട്ടുള്ളതാണ് ഈ മദ്യം വിൽക്കുക, അതായത് പാക്കറ്റിലാക്കി മദ്യം വിൽക്കുക, വാറ്റുക എന്നുള്ളൊരു കാര്യം ബാൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ പോലീസ് സ്റ്റേഷന് 300 മീറ്റർ ഇപ്പുറത്താണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കമൽഹാസൻ പറയുന്നത് പോലെ ലഞ്ചം ലഞ്ചം ലഞ്ചം, പോലീസുകാർക്ക് മുഴുവൻ ലഞ്ചം കൊടുത്താണ് ഇത് മൊത്തം നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. പോലീസുകാരെ മാറ്റി, കളക്ടർ കുടുങ്ങി, അങ്ങനെ സകല ആൾക്കാരും വന്ന് നാണം കെട്ട് നാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അത് സംഭവിക്കുന്നത്. തമിഴ്നാട്ടിലെ BSP നേതാവായിട്ടുള്ള ആംസ്ട്രോങ് തൻ്റെ സ്വപ്ന വീട് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ മുന്നിൽ വെച്ച് ആംസ്ട്രോങ് എന്ന് പറയുന്ന യുവ നേതാവിനെ 11 പേര് വെട്ടി വീഴ്ത്തുന്നു. ഇതോടുകൂടി തമിഴ്നാട് സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലായി. ഉടനെ തന്നെ സ്റ്റാലിൻ പറഞ്ഞു, ഒന്നും നോക്കണ്ട, എല്ലാ എണ്ണത്തിനെയും യോഗി ആദിത്യനാഥ് മോഡലിൽ അറഞ്ച പുറഞ്ഞ വെടിവെച്ച് കൊന്നേരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാലിൻ സർക്കാർ അവിടെ ഇറങ്ങിയത്. പക്ഷേ ആദ്യത്തെ എൻകൗണ്ടർ നടക്കുന്നത് തമിഴ്നാട് പോലീസിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പോലീസുകാരെ വെടിവെച്ച് കൊന്നത്. അങ്ങനെയല്ല, പോലീസുകാരെ തെറിപ്പിച്ചു. അതായത് നമ്മുടെ ചെന്നൈ സിറ്റിയിലെ കമ്മീഷണറായിട്ടുള്ള സന്ദീപ് റായത്തോടിനെ തെറിപ്പിച്ച് ലോ ആൻഡ് ഓർഡർ DGP ആയിട്ടുള്ള അരുണിനെ അവിടെ കൊണ്ടുവച്ചു. ഇതോടുകൂടിയാണ് സംഭവങ്ങളുടെ തുടക്കമാവുന്നത്. അരുൺ എന്ന് പറയുന്നത് ശക്തനായിട്ടുള്ള ഒരു നേതാവാണ്. DMK വന്നപ്പോഴാണ് പുള്ളിക്കാരന് കൂടുതൽ കൺസിഡറേഷൻ ഒക്കെ കിട്ടുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ അരുണിനെ അവിടെ കൊണ്ടുവച്ച ശേഷം ലോ ആൻഡ് ഓർഡർ DGP ആയിട്ട് ഉരുക്കുമുഷ്ടി നിലപാടുള്ള ഡേവിഡ്സൺ ദേവാശീർവാദം എന്ന് പറയുന്ന ഒരാളെയും അവിടെ കൊണ്ടുവച്ചു. അങ്ങനെ അതിനെ സെറ്റാക്കി എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ എൻകൗണ്ടറുകൾ തുടങ്ങുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരാഴ്ച, അതായത് കഴിഞ്ഞ ഒരാഴ്ചയിൽ നടന്നത് 2 എൻകൗണ്ടറുകളാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ 2 എൻകൗണ്ടറുകളിൽ ആംസ്ട്രോങ്ങിനെ ആദ്യമായിട്ട് വെട്ടിവീഴ്ത്തുന്ന, CCTVയിൽ വെട്ടിവീഴ്ത്തുന്ന തിരുവെങ്കിടം എന്ന് പറയുന്ന ഒരുത്തനെയും ദുറൈസ്വാമി എന്ന് പറയുന്ന വേറൊരുത്തനെയുമാണ് അവിടെ എൻകൗണ്ടർ നടത്തി കൊന്നുകളഞ്ഞത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ദുരൈസ്വാമിയാണ് ആദ്യം, ജൂലൈ 12-ാം തീയതിയാണ് ഇത് നടക്കുന്നത്, ആദ്യം എൻകൗണ്ടർ നടത്തി കൊന്നുകളയുന്നത്. ഈ പോലീസുകാർക്കൊക്കെ എൻകൗണ്ടർ നടത്തുന്ന ഒരു രീതിയുണ്ട്, അതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ സിനിമയിലൊക്കെ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മായാനദി സിനിമയിലൊക്കെ ടൊവിനോ തോമസിനെ എൻകൗണ്ടർ നടത്താൻ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ദുരൈസ്വാമിയെ, തിരുച്ചിറപ്പള്ളി MGR സ്വദേശിയാണ് ഈ ദുരൈസ്വാമി, പുതുക്കോട്ടയിൽ വെച്ചാണ് ഇയാളെ വെടിവെച്ച് കൊല്ലുന്നത്. ഇയാൾ ഇൻസ്പെക്ടറെ വെട്ടി എന്ന് പറഞ്ഞാണ് ഇയാളെ വെടിവെച്ച് കൊല്ലുന്നത്. കൊണ്ടുപോകുന്ന വഴിക്ക് ഇയാളെ പിടിക്കാൻ പോയപ്പോൾ ഇൻസ്പെക്ടർ ഇയാൾ വെട്ടാൻ വന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറേ? അപ്പം നമ്മൾ തോക്കെടുത്ത് ചറപറ വെടിവെച്ചു എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് തിരുവെങ്കിടം എന്ന് പറയുന്ന ഒരാൾ. ഈ തിരുവെങ്കിടത്തിന് എങ്ങനെയാണ് വെടിവെച്ച് കൊന്നത്? തിരുവെങ്കിടത്തിനെ പിടിക്കാനായിട്ട് പോയപ്പോൾ അവിടെ ഇരുന്ന നാടൻ തോക്കെടുത്ത് തിരുവെങ്കിടം നമ്മൾ വെടിവെക്കാൻ വന്നു. ചറപറ എന്നാണ് വെടിവെക്കാൻ വന്നത്. അങ്ങനെ ചറപറ വെടിവെക്കാൻ വന്നപ്പോൾ നമ്മളും തോക്കെടുത്ത് വെച്ച് വെടിവെച്ചു. പക്ഷേ നമ്മൾ അയാളെ ആശുപത്രി കൊണ്ടുപോയി. ആ വെടി കൊണ്ട ശേഷം അവന് ജീവനോടെ വേണമെന്ന് നമ്മളുള്ള ആഗ്രഹം കൊണ്ട് അവനെ ആശുപത്രി കൊണ്ടുപോയി. പക്ഷേ അപ്പോഴേക്കും അവൻ മരിച്ചിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിന് മുമ്പും ഇഷ്ടംപോലെ എൻകൗണ്ടറുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും മിണ്ടില്ല. യോഗി ആദിത്യനാഥ് മാത്രമാണ് എൻകൗണ്ടർ ചെയ്യുന്നതെന്നാണ് ഇവിടെയുള്ള മാധ്യമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ യോഗി ആദിത്യനാഥിൻ്റെ ഒരു സ്പെഷ്യൽ രീതിയാണ്. യോഗി ആദിത്യനാഥ് വണ്ടി കൊണ്ടുപോകുമ്പോൾ ആ വണ്ടി മറിഞ്ഞ് അവർ മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ വണ്ടിയുടെ ടയർ പഞ്ചറായി പോയത് കാണും. ചിലപ്പോൾ വണ്ടി ആരെങ്കിലും ഈ ഗുണ്ടകളുടെ ആരെങ്കിലും ആക്രമിക്കാൻ പറ്റുമ്പോൾ വണ്ടി മറിയുന്നതായിരിക്കും. അങ്ങനെ അവർ മരിച്ചു പോയില്ല, നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് ആ സമയത്ത് അവിടെയുള്ള പോലീസുകാർ മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നത്. 2021 ജാർഖണ്ഡ് സ്വദേശി ഇതുപോലെ നമ്മുടെ തമിഴ്നാട്ടിൽ കൊന്നിട്ടുണ്ടായിരുന്നു. 2022 ചെങ്കൽപ്പെട്ട് പോലീസ് സ്റ്റേഷൻ നേരെ ബോംബെറിഞ്ഞ് ഇരട്ടക്കൊലപാതകം നടത്തി ഒളിവിൽ പോയ ദിനേശ് മൊയ്തീൻ എന്നിവരെ കൊന്നിട്ടുണ്ടായിരുന്നു. 2023 പോലീസിന്റെ വാഹനം ഇടിച്ച് തകർത്ത് ആക്രമിച്ച ചോട്ടാ വിനോദ് രമേശ് എന്നിവരെ കൊന്നിട്ടുണ്ടായിരുന്നു. 2023 തന്നെ തിരുച്ചിറപ്പള്ളി സ്പെഷ്യൽ SI ഭൂമിനാഥനെ വെട്ടിക്കൊന്ന കേസിലും 2 പേരെ എൻകൗണ്ടർ ചെയ്ത് കൊന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തമിഴ്നാട്ടിൽ ഇപ്പോൾ എൻകൗണ്ടറിൻ്റെ പെരുമഴയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ സ്റ്റാലിന് തിരിച്ചു വരണമെങ്കിൽ, അതായത് തിരുച്ചിറപ്പള്ളി മദ്യ ദുരന്തം, ആംസ്ട്രോങ്ങിൻ്റെ ഈ വിഷയം, ഇതെല്ലാം വന്ന് വലിയ രീതിയിൽ സർക്കാർ നാണം കെട്ട് നാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്റ്റാലിന് തിരിച്ചു വരണമെങ്കിൽ യോഗി ആദിത്യനാഥ് മോഡൽ വേണം എന്ന് അദ്ദേഹത്തിന് തോന്നിയതിൽ തെറ്റൊന്നും പറയാനില്ല. ഗ്യാരണ്ടിയുള്ള മോഡലാണ്, എടുത്ത് പയറ്റിക്കുമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ